ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വോൾ ഡേ കുക്കിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത്രയും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ വരുന്നു. ഫസ്റ്റ് ചപ്പാത്തി ആൻഡ് എഗ് റോസ്റ്റ്. അതിൽ എഗ്ഗ് മീഡിയം ബോയിൽഡ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഹെൽത്തിയർ വേർഷൻ ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് കാണാം. അതിന് വേണ്ടിയിട്ട് ഹങ്കേർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. ഹങ്കേർഡൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറയാമെന്ന് വിചാരിക്കണം. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഹങ്കേർഡ് മേക്കർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ. ഹങ്കേർഡ് മേക്കറിൽ യോഗട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിലെ വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്ത് പോയിട്ട് നമുക്ക് തിക്കായിട്ടുള്ള ഹങ്കേർഡ് കിട്ടും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഡ്രൈ ചില്ലി ഫ്ലേക്സ് ഒന്നും ആഡ് ചെയ്യാതിരിക്കാൻ നല്ലത്. ഹെൽത്തിയർ വേർഷൻ ആകുമ്പോൾ എപ്പോഴും പെപ്പറായിരിക്കും നല്ലത്. ഇനി കുറച്ച് സാൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി ഒരുപാടൊന്നും ആഡ് ചെയ്യരുത്. ഒരു 1/2 ടീസ്പൂൺ അത്രയൊക്കെ മതിയാവും. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അത് ഹെൽത്തിയർ വേർഷനിൽ നിന്ന് മാറിപ്പോകും കേട്ടോ. അപ്പം കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ് വരുന്നത്. ഇതിങ്ങനെ വെറുതെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങൾക്കിതിൽ പെപ്പറും സാൾട്ടും ഒഴിവാക്കിയിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണ്ടത് കുക്കുംബറാണ്. കുക്കുംബർ ഇതുപോലെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ തിന്നായിട്ടുള്ള സ്ലൈസസ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു പീലർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഹങ്കേർഡ് വെച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട. നമ്മൾ എടുത്ത ആ റോളിൽ ഫില്ല് ചെയ്യാൻ പാകത്തിന് അതിനനുസരിച്ചിട്ട് ഒരു ചെറിയ സ്കൂപ്പ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇതുപോലെ കുക്കുംബർ ലെയർ ചെയ്ത് വെച്ചിട്ട് ഹങ്കേർഡ് വെച്ച് റോൾ ചെയ്യാൻ നല്ല രസമാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാം. അതുപോലെ എല്ലാതും റോൾ ചെയ്തെടുക്കുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നമുക്ക് ഫ്ലെയിമൊന്നും ഓൺ ചെയ്യേണ്ട. ജസ്റ്റ് കുക്കുംബർ പീൽ ചെയ്യുക. ഈ ഹങ്കേർഡ് മിക്സ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ബുൾസയോ എന്താണോ നമുക്കിഷ്ടം അത് 2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫുള്ളാവും കേട്ടോ. ഇതൊരു 5 റോളും ഒരു 2 എഗ്ഗും കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. പിന്നെ അത്രയും ഹെൽത്തിയറാണ്, അത്രയും പ്രോട്ടീൻ ഉണ്ട്, റിച്ചാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം ബോയിൽഡ് എഗ്ഗാണ്. നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് ബോയിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ പൗഡറും സാൾട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ബുൾസയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് നമ്മുടെ ഹെൽത്തിനനുസരിച്ചിട്ട് എഗ്ഗിൻ്റെ അളവ് കൂട്ടാം. ഞാൻ ഹാഫ് ചപ്പാത്തിയും അതുപോലെ ആ എഗ് റോസ്റ്റിലെ ഒരു എഗ്ഗും ഉണ്ടല്ലോ അതും കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഒരു എഗ്ഗ് എടുത്തത് കേട്ടോ. ഈ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പോസ്റ്റ് ചെയ്യാം. ഞാനിതിൽ എഗ്ഗ് മിക്സ് ചെയ്തിട്ടില്ല. മസാല റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ എഗ്ഗ് കട്ട് ചെയ്ത് വെച്ചിട്ട് പെപ്പറും സാൾട്ടും സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഇത് നല്ല ക്രഞ്ചിയാണ്. എൻ്റെ മൈക്ക് ഇടയ്ക്ക് വെച്ച് ഓഫായ കാരണമാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ച് തരാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യട്ടെ. ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്ന കക്കയാണ്. കക്ക തോടടക്കനെ വാങ്ങി ക്ലീൻ ചെയ്തിട്ട്, അതായത് കക്ക ഇറച്ചി എടുത്തതിന് ശേഷം വാഷ് ചെയ്യാണ്ട് സിപ്ലോ കവറിൽ എയർ ടൈറ്റ് ആക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇത് വെള്ളക്കക്കയുടെ കക്ക ഇറച്ചിയാണ് കേട്ടോ. അതാണ് ഇത്ര ചെറിയ സൈസിലിരിക്കുന്നത്. കക്ക വറക്കാൻ വേണ്ടിയിട്ട് ഗാർലിക്ക് വേണം. ഒരു 4-5 ഗാർലിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കക്ക ഫ്രൈ ചെയ്യാൻ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളിയാണ് കക്ക ഫ്രൈ ചെയ്യണതിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് അമ്മ എനിക്ക് തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി തന്ന ചെറുള്ളി കേട്ടോ.
ഇത് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനത് പോരുന്ന സമയത്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെള്ളമൊന്നും ഇല്ലയെന്ന് നോക്കിയതിന് ശേഷം സിപ്പ് ലോക്ക് കവറിൽ എയർ ടൈറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നാൾ ഇരിക്കും കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്യാണ്ട് ആ തിരക്കിൽ അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്, എന്നിട്ടിത് സ്ലൈസ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും പാട്. ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ലൈസ് ആക്കണ്ട കേട്ടോ. ഒരു വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 4-5 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിതെന്തായാലും കക്ക ഫ്രൈ ആയി വരുമ്പോൾ ഇതും സെറ്റായി വന്നോളും. അതുകൊണ്ട് ചെറിയ നൈസായിട്ട് സ്ലൈസ് ചെയ്യാൻ നിൽക്കണ്ട. എളുപ്പത്തിൽ ഒരു 5-6 സ്ലൈസ് ആക്കിയാൽ മതിയാവും കേട്ടോ. ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വരണം. ഇത് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കക്ക കറി വയ്ക്കാനുള്ളത് സെറ്റ് ചെയ്യാം. കക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മൺചട്ടി കേട്ടോ നല്ലത്. അപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ ടൈപ്പ് കക്ക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ബ്ലാക്ക് കളറൊന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ റിമൂവ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലാണ് കൂടുതൽ ഇങ്ങനെ കക്കയുടെ ഇറച്ചിയുടെ ഉള്ളിലെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളഞ്ഞ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയ ടൈപ്പ്, അതായത് ബ്ലാക്ക് ഷെല്ലിൽ വരുന്ന കക്കയാണെങ്കിലും അങ്ങനെ കളയാറൊന്നുമില്ല. അത് കഴിച്ചിട്ട് അങ്ങനെ ആർക്കും അസുഖം വന്നതായിട്ടും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ചിരുന്നില്ലേ, ഫ്രീസ് ചെയ്ത് വെച്ച മാങ്ങ, അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുളിക്കനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. അതുപോലെ കറിയിലിട്ടാൽ ഉടഞ്ഞു പോവാത്ത ടൈപ്പ് മാങ്ങ വേണം കക്ക കറിയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലത്. കക്ക കറിയിൽ നിന്നല്ല, മീൻ കറിയിലൊക്കെ അതായിരിക്കും നല്ലത്. ഇത് ഉടഞ്ഞു പോവാത്ത ടൈപ്പ് മാങ്ങ കേട്ടോ. ഇത് നല്ല അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. നാട്ടിലൊക്കെ ആണെങ്കിൽ കക്ക വെള്ളം കൂടെ ആഡ് ചെയ്യും. അതായത് കക്ക പുഴുങ്ങിയ അതിൽ നിന്ന് വെള്ളം വരും, അത് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഈ കക്കയുടെ കൂടെ ആഡ് ചെയ്യാറുണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ കക്ക കറിയായി വന്നതിന് ശേഷം. അത് നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ നമുക്ക് ഇവിടെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാങ്ങ കുറച്ച് പുളിക്ക് കൂടുതലിടുക. ഇനി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കറി ഒരു യെല്ലോയിഷ് കളറാണ്, അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ പച്ചമുളക് കൂടെ അരയ്ക്കും. അപ്പോൾ ആ എരിവ് മനസ്സിൽ കണ്ടിട്ട് വേണം മുളക് പൊടി ഇടാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാട്ടോ. ഇനി പാകത്തിനുള്ള വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഈ മാങ്ങ ഒന്ന് കുക്കാവുന്നവരെ വറ്റിച്ചെടുക്കുക. കക്ക ഓൾറെഡി പുഴുങ്ങുമ്പോൾ വെന്ത കാരണം ഇനി അത് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ പിന്നെ അത് വേവിക്കണ കാണാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കക്ക പുഴുങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുക്കായിട്ടുണ്ടാവും. നമ്മളൊക്കെ പുഴുങ്ങിയ കക്കയൊക്കെ കഴിക്കുന്നതാണ്, അതുകൊണ്ട് അങ്ങനെ പിന്നെ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മാങ്ങ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം വയ്ക്കുക. എന്നിട്ട് തിളന്ന് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് സെറ്റാവട്ടെ. നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ച ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് കക്കയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. കക്കക്കറിക്ക് തേങ്ങ അരച്ചിട്ടാണ് കക്കക്കറി ഉണ്ടാക്കുക. ഞാനിവിടെ മുഴുവൻ തേങ്ങ വാങ്ങിച്ച് പൊട്ടിച്ചതുപോലെ കവറിലാക്കി ഫ്രീസറിൽ വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാക്കൊത്ത് പെട്ടെന്ന് എടുക്കാൻ കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. എന്നിട്ട് ഇതുപോലെ കൊത്തുകൾ അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ബ്ലാക്ക് സ്കിന്ന് പീലർ വെച്ച് പീൽ ചെയ്ത് കളഞ്ഞ് ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല തേങ്ങ ചെരുവിയ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു 2-3 പ്രാവശ്യമൊക്കെ
ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടി വരും. ചെറിയ പീസസ് ആക്കിയിട്ട് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. നിങ്ങൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർ മിക്കതും ഇങ്ങനെയൊക്കെ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഒരു മുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളം ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കക്കക്കറിയിൽ കൂടുതലായിട്ട് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ആട്ടോ ഉണ്ടാവുക. പിന്നെ ഒരു 2-3 ചെറുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളകാണ്, നല്ല എരിവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 2 പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളക് ഇതുപോലെ വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ബോക്സസിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ നേരത്തെ വെച്ച കറി തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് മാങ്ങ വെന്ത് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. കക്ക ഫ്രൈക്ക് വേണ്ടി വഴറ്റാൻ വെച്ച ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും അതുപോലെ ക്രഷ് ചെയ്ത ഡ്രൈ ചില്ലിയും ചേർക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരി ചേർത്താൽ മതി. അപ്പം മുളക് പൊടി കളറിന് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഫസ്റ്റ് 1/2 ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ബാക്കി പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലത്തെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം ഡ്രൈ ചില്ലിയാണ്. ക്രഷ് ചെയ്ത ഡ്രൈ ചില്ലിയാണ് ഈ കക്ക ഫ്രൈൻ്റെ മെയിൻ. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫ്രൈ ആയി വരുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എരി കുറവ് തോന്നുകയാണെങ്കിൽ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത ചില്ലിയോ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിൽ ചേർത്തിക്കണ കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന നാടൻ മുളകാണ്. അതുകൊണ്ട് തന്നെ അധികം ചേർക്കണ്ട. പിന്നെ അത് ഫ്രിഡ്ജിലിരുന്ന് നല്ല ക്രിസ്പി ആയതുകൊണ്ട് കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി കേട്ടോ. നല്ല ഈസി ആയിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി നന്നായി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കക്ക ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോളായിരിക്കും കൊണ്ടുവന്നത് ഉണ്ടാവുക. അതിലൊരു 3 പിടി മാത്രമേ കറിയിലേക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ ആഡ് ചെയ്യാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പരന്ന പാത്രത്തിലായിരിക്കും ഫ്രൈ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി. അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇവിടെ അതില്ലാത്ത കാരണമാണ് ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഉരുളിയിലൊക്കെ ആണെങ്കിൽ ആ ഉരുളിയിലെ ചൂട് കൊണ്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇടുന്ന നന്നായി മൊരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ അതിലും കുറച്ച് ടൈം കൂടുതലെടുക്കും ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ. ഇതപ്പോൾ അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കക്കക്കറി അതിലേക്ക് അരപ്പൊക്കെ ചേർക്കാം. നമ്മൾ ആഡ് ചെയ്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കക്ക പുഴുങ്ങി കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും കറിക്ക്. നിങ്ങൾക്ക് ഇതുപോലെ തൊണ്ടടക്കമുള്ള കക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ എന്തായാലും ഒരു പ്രാവശ്യം കറി വെച്ച് നോക്കണം. അപ്പോൾ ആ സമയത്ത് കക്ക പുഴുങ്ങുമ്പോൾ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലെ അടിയിൽ മണ്ണൊക്കെ ഉണ്ടാവും. അതൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള കക്കവെള്ളം കിട്ടും. അതും കൂടെ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത തേങ്ങാരപ്പിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് തിളപ്പിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിക്കുക. ഇനി ലാസ്റ്റ് ഉപ്പും പുളിയൊക്കെ നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് താളിച്ചെടുത്താൽ മതിയാവും. കക്കക്കറി സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കുക. വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ കക്കക്കറി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മുടെ എറണാകുളം, തൃശ്ശൂർ, പുഴ സൈഡൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് കക്ക. അപ്പോൾ കിട്ടുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കക്ക ഫ്രൈ ഒക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവണം. ഒരുപാട് മുരിച്ചെടുക്കരുത് കേട്ടോ. കാരണം കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. നമ്മുടെ പല്ലൊക്കെ അത്യാവശ്യം നല്ല വേദന എടുക്കും ഇത് ഹാർഡായിട്ട് ഫ്രൈ ആവുകയാണെങ്കിൽ. ഇത് ഒരു മീഡിയം ആയിട്ട് ഫ്രൈ ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. കഴിക്കാനും അതാണ് ടേസ്റ്റ്. ഇനി ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് ഒന്നില്ലെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് തന്നെ കുറച്ചും കൂടെ ഡ്രൈ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ കുറച്ചും കൂടെ ഡ്രൈ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ആയി വന്നപ്പോൾ എരിവ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു 2-3 കൂടെ ക്രഷ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഈ കക്കക്കറിയിലൊപ്പം ഈ ഫ്രൈയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കണം. ഈ 2 റെസിപ്പിയും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഉണ്ടാക്കും, ഉറപ്പാണ്. ഇനി എന്താ ഊണ് വിളമ്പുക. അപ്പോൾ ഈ കക്കയുടെ ഒപ്പം കോമ്പിനേഷൻ നമ്മുടെ നാടൻ മാങ്ങച്ചാറില്ലേ, അതായത് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടിരിക്കുന്ന മാങ്ങച്ചാറ്, ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പ് മാങ്ങച്ചാറ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. ഈ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി കക്കക്കറി ആഡ് ചെയ്യുക. കക്കക്കറി ഇതുപോലെ തിക്കായിട്ടിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ മാങ്ങ വേവാൻ വേണ്ടി വെള്ളം ആഡ് ചെയ്യുമ്പോൾ പാകത്തിന് മാത്രം ആഡ് ചെയ്യുക. ഇനി ക്രിസ്പി മാങ്ങച്ചാറ് ആഡ് ചെയ്ത് കൊടുക്കുക. കക്ക ഫ്രൈയും കൂടെ പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് മെനു കംപ്ലീറ്റ് ആയിട്ടോ. ഇതിൻ്റെ കൂടെ ആ ക്രഞ്ചി ആയിട്ടുള്ള മാങ്ങച്ചാറാണ് അതിൻ്റെ ടേസ്റ്റ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പിടിപിടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ കക്ക ഫ്രൈ ആൻഡ് കക്ക കറി. കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാലോ ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ നിങ്ങളെന്തായാലും ഈ റെസിപ്പി 2 ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ കക്ക കിട്ടുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പീസ് ആട്ടോ ഇത് 2. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡിന്നറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും വീഡിയോയ്ക്ക്. അതുകൊണ്ട് അത് നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതായത് ഹെൽത്തി ആയിട്ടുള്ള റാപ്സാണ് മിക്കതും ഡിന്നറായിട്ട് നമ്മൾ എടുക്കാറ്. അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ 2 റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.